not touch your brows. Literally, I did not touch my brows. ആലിയ ഭട്ടിൻ്റെ കൂട്ട് നല്ല കട്ടിയുള്ള പിരികം ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? ശരിക്കും ആലിയ ഭട്ടിന് മാത്രമല്ല, ഇപ്പോഴത്തെ മിക്ക സെലിബ്രിറ്റീസിൻ്റെയും ട്രാൻസ്ഫോർമേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ഐബ്രോസിന് വന്നിട്ടുള്ള ഒരു മാറ്റം. പക്ഷേ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ആലിയ ഭട്ടിൻ്റേത് നാച്ചുറലി തിക്ക് ഐബ്രോസ് ആണെങ്കിൽ ബാക്കിയുള്ള സെലിബ്രിറ്റി ട്രാൻസ്ഫോർമേഷൻ നോക്കുമ്പോൾ മിക്കതും മൈക്രോബ്ലേഡിംഗ് പോലുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഐബ്രോസ് ആണ്. ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ടുള്ള ഐബ്രോസ് ഇൻ പേഴ്സൺ അത്രയ്ക്ക് നാച്ചുറലായിട്ട് തോന്നണം എന്നില്ല, എസ്പെഷ്യലി നല്ല തിൻ ഐബ്രോസ് ഉള്ളവർക്ക്. പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള നല്ല തിക്ക് ഐബ്രോസ് നമുക്ക് വീട്ടിൽ തന്നെ ഗ്രോത്ത് ചെയ്തെടുക്കാം. നല്ല തിക്ക് ഐബ്രോസ് വരുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് മോർ അട്രാക്റ്റീവ് ആൻഡ് യങ് ലുക്കിംഗ് ആയി മാറും. ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ കട്ടി കുറഞ്ഞ നല്ല ഗ്യാപ്പുള്ള ഈ പിരികം ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് 30 ഡേയ്സിൽ എൻ്റെ പിരികത്തിന് വന്ന മാറ്റമാണ്. അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് കാസ്റ്റർ ഓയിലും റോസ്മേരി ഓയിലും. ഇതിന്റെ രണ്ടിന്റെയും ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഹെയറിനെയും നെയിലിനെയും നാച്ചുറലി പ്രൊട്ടക്ട് ചെയ്യാൻ ഇതിലും ബെസ്റ്റ് ആയിട്ട് വേറൊരു ഹോം റെമഡി ഇല്ല. ഞാനിതങ്ങനെ യൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കാസ്റ്റർ ഓയിൽ എടുത്തിട്ട് അതിലേക്ക് 2 to 3 ഡ്രോപ്സ് റോസ്മേരി ഓയിൽ ഒഴിക്കും. എന്നിട്ട് വാം വാട്ടറിൽ കുറച്ച് നേരം എടുത്തു വെക്കും. ഈ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് വാം ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് നല്ലോണം അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം ഫോമുല നിങ്ങളുടെ ഹെയറിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ബ്രോഗ്രോ വാക്സ്. ഇത് ഇൻഡൽജിയോ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ്. ഇതിന് നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഇതിന്റെ കൂടെ തന്നെ ഒരു സ്പൂളി വരുന്നുണ്ട്. അത് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടക്കലാണ് പതിവ്. ഇത് ലിറ്ററലി ഒരു വാക്സ് തന്നെയാണ്. ഇതിന്റെ ആ ആപ്ലിക്കേറ്റർ സ്പൂളി വെച്ചിട്ട് തന്നെ ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഐബ്രോസിൽ ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്ന് ഈവൻ ആക്കി കൊടുക്കുകയാണ് ചെയ്യല്. ബീസ് വാക്സ്, ഒനിയൻ എക്സ്ട്രാക്ട്, റോസ്മേരി എക്സ്ട്രാക്ട് ഒക്കെയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. ഇത് നാച്ചുറലി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 810 റുപ്പീസ് ആണ്. പക്ഷേ ഇത് എപ്പോഴും ഓഫറിൽ അവൈലബിൾ ആയിരിക്കും. ഇനി അഡീഷണൽ ആയിട്ട് ഞാൻ ചെയ്തിരുന്ന കുറച്ച് ടിപ്സ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഐബ്രോസ് ഫ്രീക്വൻ്റ്ലി ത്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. ലെറ്റ് ദം ഗ്രോ. ഒരു വട്ടം ഐബ്രോസ് കംപ്ലീറ്റ്ലി ഗ്രോ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓവർ പ്ലക്ക് ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ ഐബ്രോസിൻ്റെ എക്സ്ട്രാ ഹെയർസ് മാത്രം നമ്മൾ പ്ലക്ക് ചെയ്ത് കളയുക. ഓവറായിട്ട് ഐബ്രോസ് ത്രെഡ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഐബ്രോസ് നല്ല കട്ടിയിൽ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഐബ്രോ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഐബ്രോ പെൻസിൽസ് അല്ലെങ്കിൽ പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യത്തിന് മാത്രം അത് യൂസ് ചെയ്യുക. റെഗുലറായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക്